എല്ലാവർക്കും നമസ്കാരം. നമ്മൾ KSRന്റെ 38ാമത്തെ എപ്പിസോഡാണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് 2025 എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. നമുക്കറിയാം KSRൽ 3 പരീക്ഷകളാണ് ഒരു സെറ്റിലുള്ളത്. KSR ലോവർ, KSRന്റെ ഹയർ പേപ്പർ, എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുള്ള ടെസ്റ്റ്. അപ്പോൾ ഇതിൽ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ടെസ്റ്റിലുള്ള 2025 ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആയിട്ടും അത് മറ്റതിനേക്കാൾ ലോവറിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. അനുവദനീയമായ പരമാവധി DCRG എത്രയാണ്? പരമാവധി DCRG 17 ലക്ഷമാണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്? ഇപ്പൊ പ്രസ്താവന നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. Which among the following statement is false? No. No joining time is allowed if the promotion is in the same office. ഒരേ ഓഫീസിലേക്കാണ് പ്രൊമോഷൻ എങ്കിൽ ജോയിനിങ് ടൈം അനുവദിക്കുന്നതല്ല. ഒരു ഓഫീസിൽ നിന്ന് അതേ ഓഫീസിൽ എനിക്ക് തന്നെ പ്രൊമോഷൻ കിട്ടിയാൽ ജോയിനിങ് ടൈം അനുവദിക്കുന്നതല്ല. അത് ശരിയാണ്. നമുക്കിവിടെ തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. രണ്ടാമത്തത്, നോ പ്രിപ്പറേഷൻ ടൈം ഈസ് അലൗഡ് ഇൻ ദ കേസ് ഓഫ് റിക്വസ്റ്റ് ട്രാൻസ്ഫർ. അപേക്ഷിച്ചിട്ടുള്ള ട്രാൻസ്ഫറിന് പ്രിപ്പറേഷൻ ടൈം കിട്ടില്ല. സാധാരണ പ്രിപ്പറേഷൻ ടൈം നമുക്കറിയാം 6 ദിവസമാണ്. അപ്പം നമ്മളൊരു റിക്വസ്റ്റഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ പ്രിപ്പറേഷൻ ടൈം കിട്ടില്ല. അതും ശരിയാണ്. അടുത്ത, ജോയിനിങ് ടൈം കൺസിസ്റ്റ് ഓഫ് പ്രിപ്പറേഷൻ ടൈം ആൻഡ് ആക്ച്വൽ ജേർണി ടൈം. ജോയിനിങ് ടൈം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ടൈമും ആക്ച്വൽ ജേർണി ടൈമും കൂടിയതാണ്. അതും ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. അപ്പോൾ ഇവിടെ ഒരു തെറ്റായ പ്രസ്താവന കാണാനില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ആൻസർ നൺ ഓഫ് ദി അബവ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം പറയുന്നത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സ്പെഷ്യൽ ലീവ്? താഴെ പറയുന്നവയിൽ സ്പെഷ്യൽ ലീവ് ഏതാണ്? അതായത് പ്രത്യേക അവധി എന്ന് പറയുന്നത് ഏതാണ്? നോക്കാം നമുക്ക്. ഏൺഡ് ലീവ് ഒരു സ്പെഷ്യൽ ലീവ് അല്ല. LWA അണ്ടർ അപ്പൻഡിക്സ് 12A. അപ്പൻഡിക്സ് 12A എന്ന് പറയുന്നത് LWA അണ്ടർ അപ്പൻഡിക്സ് 12A എന്ന് പറയുന്നത് എ ബെറ്റർ എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ഓർ എബ്രോഡ്, അതിനുവേണ്ടി എടുക്കുന്ന ലീവാണ്. നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട, ഇന്ത്യയിലോ വിദേശത്തോ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ലീവാണ് അപ്പൻഡിക്സ് 12A. അതും ഒരു സ്പെഷ്യൽ ലീവ് അല്ല. കമ്മ്യൂട്ടഡ് ലീവും സ്പെഷ്യൽ ലീവ് അല്ല. പെറ്റേണിറ്റി ലീവ് ഒരു സ്പെഷ്യൽ ലീവാണ്. ഇവിടെ അതുകൊണ്ട് ആൻസർ പെറ്റേണിറ്റി ലീവാണ്. അടുത്ത ചോദ്യം, ഹിൽ ട്രാക്റ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ ക്ലാസ് 2 ഹിൽ ട്രാക്റ്റുകൾ ജീവനക്കാർക്ക് മൈലേജ് അലവൻസ് അല്ലെങ്കിൽ DAയുടെ എത്ര ശതമാനം ലഭിക്കാൻ അർഹതയുണ്ട്? നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഹിൽ ട്രാക്കുകളിൽ യാത്ര ചെയ്യുമ്പോൾ, ഹിൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പ്രധാനമായിട്ടും ഇടുക്കി, വയനാടൊക്കെയാണ് ഹിൽ ട്രാക്ക് ഉള്ളത്. മലയോര മേഖലകളിൽ അത് പ്രത്യേകമായിട്ട് ഏരിയ നേരത്തെ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ മലയാണെന്ന് പറഞ്ഞാൽ അത് മലയിൽ കിട്ടില്ല. ഹിൽ ട്രാക്കായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടിയിരുന്ന സംഗതി ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഏരിയകളിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ക്ലാസ് 2 ഓഫീസർമാർക്ക് മൈലേജ് അലവൻസിൻ്റെയോ DAയുടെയോ ഇത്ര ശതമാനം അധികം കിട്ടുമെന്നുണ്ട്. അപ്പോൾ ഇത് ഓർമ്മിച്ച് നിങ്ങൾ വെക്കുക. ക്ലാസ് 2 ആണെങ്കിൽ 12.5% അധികം കിട്ടും. ക്ലാസ് 1 ആണെങ്കിൽ, ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 ഓഫീസർ ആണെങ്കിൽ 25% കിട്ടും. ഗ്രേഡ് 1 ഓഫീസർമാരാണെങ്കിൽ ഹിൽ ട്രാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന മൈലേജ് അലവൻസിൻ്റെ അല്ലെ DAയുടെ 25% അധികം കിട്ടും. എന്നാൽ ക്ലാസ് 2 ആണെങ്കിൽ അത് 12.5% അധികം കിട്ടുക. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണിത്, ശ്രദ്ധിച്ചോ. അടുത്ത ചോദ്യം, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആവശ്യമായ കുറഞ്ഞ യോഗ്യതാ സേവനം. നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ യഥാർത്ഥത്തിൽ കിട്ടണമെങ്കിൽ 10 വർഷം വേണം. അതിന് താഴെ പെൻഷൻ കിട്ടും, പക്ഷെ അതിന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നല്ല പറയുക. അടുത്ത ചോദ്യം, അവധി അവകാശമായി ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന് KSRലെ ഏത് ചട്ടമാണ് പറയുന്നത്? KSRൽ പാർട്ട് 1 റൂൾ 65 അത് പറയുന്നത്.
എന്താണ് അവധി ഈ അവധിയെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവധി നമുക്ക് അർഹതപ്പെട്ടതാണ്, അതൊക്കെ. പക്ഷേ നമുക്ക് അവകാശമല്ല. ഞാൻ അടുത്ത 10 ദിവസം ലീവാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞ്. ആ 10 ദിവസം നമ്മളുടെ DDO അനുവദിച്ചില്ലെങ്കിൽ അനുവദിച്ചില്ല, അത് അയാളെ മറികടക്കാൻ വേറൊരാൾക്കാവില്ല. അപ്പൊ DDOമാരെ അനുവദിക്കുക കൂടി വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു അവകാശമല്ല എന്ന്. അടുത്ത ചോദ്യം, സസ്പെൻഷനിലായിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് അനുവദിക്കാം? സസ്പെൻഷനിലായിരിക്കുമ്പോൾ ഏത് അനുവദിക്കാം? ലീവ് കേട്ടോ. LWA, ഏൺ ലീവ്, കാഷ്വൽ ലീവ്, നൺ ഓഫ് ദി അബവ്. ഈ സസ്പെൻഷനിലാവും നമ്മൾ ആൻസറിലേക്ക് പോകണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സസ്പെൻഷനിലാവുമ്പോൾ അയാൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു, അയാൾക്ക് ഒരു ലീവും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയില്ല, സസ്പെൻഷനിലാണ്. അപ്പോൾ സബ്സ്റ്റൻസ് അല്ല, ലീവിൽ ഓൾറെഡി നിൽക്കുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്താൽ ആ ലീവ് അവിടെ നിൽക്കും. അല്ലാതെ പുതിയതായിട്ട് നമ്മൾ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ലീവും അനുവദിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, പാർട്ട് 2 KSR നിലവിൽ വന്നത് എന്നാണ്? KSR പാർട്ട് 2 നിലവിൽ വന്നത് 1/11/59 1959 1959 നവംബർ 1 KSR പാർട്ട് 2 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, റിപ്പീറ്റ് ക്വസ്റ്റിനാ വരുന്നതൊക്കെ തന്നെ. TA കണക്കാക്കുന്നതിനായി ഉദ്യോഗസ്ഥരെ എത്ര ഗ്രേഡുകളായി തിരിച്ചിരിക്കുന്നു? 4 ഗ്രേഡായിട്ട് തിരിച്ചിരിക്കുന്നു TA കണക്കാക്കാൻ. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഓക്കെ, അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം? ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ്. 70,000-വും അതിൻ്റെ മുകളിലും ഉള്ള ബേസിക് പേ ഉള്ളവരാണ് ഗ്രേഡ് 1 ഓഫീസർമാർ. എപ്പോഴും നമ്മൾ ബേസിക് പേ ആണ് പറയുക, ഗ്രോസ് സാലറി അല്ല. 70,000 രൂപയും അതിൻ്റെ മേലെയും ബേസിക് പേ ഉള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഗ്രേഡ് 1 ഓഫീസർമാരെന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ തരംതിരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, പെൻഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായത്? തെറ്റാതെ പറയാനാ പറഞ്ഞു. പെൻഷനുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. പെൻഷനുമായി, ഇറ്റ് ഈസ് ദ സീനിയർ മോസ്റ്റ് റൂൾ ഇൻ ദ KSR. പെൻഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞ ഇറ്റ് ഈസ് ദ സീനിയർ മോസ്റ്റ് റൂൾ ഇൻ ദ KSR. KSRലെ സീനിയർ മോസ്റ്റ് റൂൾ അതാണ്, അത് ശരിയാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ് KSRലെ സീനിയർ മോസ്റ്റ് റൂൾസ് എന്ന് പറയുന്നത്, അത് ശരിയാണ്. ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താ? തെറ്റായതാ പറയേണ്ടത്. അടുത്ത ഉത്തരം, പെൻഷൻ ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. പെൻഷൻ എപ്പോഴും അഡ്വാൻസ് ആയിട്ട് നൽകുന്നു, ശരിയാണ്. ഇപ്പൊ ജനുവരിയിലെ പെൻഷൻ ജനുവരി 1 നമുക്ക് തരും. എന്നാൽ ജനുവരിയിലെ ശമ്പളം എപ്പോഴാണ് തരിക? ഫെബ്രുവരി 1 തരിക. ഇതതിൻ്റെ വ്യത്യാസം. അപ്പോൾ പെൻഷൻ എപ്പോഴും മുൻകൂറായിട്ട് നൽകുന്നു, ഓർ ഇൻ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയി നൽകുന്നു എന്നതാണ് ശരി. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ രണ്ടെണ്ണവും ശരിയാണ് നമുക്ക് കണ്ടത്. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്. ഇതൊരു പെൻഷൻ ഒരു അവകാശമല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. പെൻഷൻ എന്ന് പറയുന്നത് ഒരു നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്, ഇറ്റ് ഇസ് എ റൈറ്റ്, ഒരു അവകാശമാണ്. പെൻഷൻ അവകാശമാണ് എന്നതാണ് ശരി. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്. പെൻഷൻ ഒരു അവകാശമല്ല പോലും. അപ്പറഞ്ഞത് തെറ്റാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞത് തെറ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 11 തന്നെയാണ്. ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് ചാർജ് അലവൻസ് നൽകാവുന്ന പരമാവധി കാലാവധി എത്രയാണ്? ഓക്കെ, നമ്മൾ ഇത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ KSR പരീക്ഷയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എന്താ? ഈസി എന്ന് പറയുന്നത് എല്ലാം ഈസിയാണ്, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എപ്പോഴും ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ചാർജ് അലവൻസിന് നൽകാവുന്ന പരമാവധി കാലാവധി നമുക്കറിയാം 90 ദിവസമാണ്. ഒരു സ്പെല്ലിൽ 90 ദിവസത്തിനപ്പുറത്തേക്ക് ചാർജ് അലവൻസ് നൽകാൻ പാടില്ല. അയാൾ അതിൽ കൂടുതൽ ചാർജ് എടുത്താലും. അതാണ് അതിലെ ആൻസർ. നമുക്ക് മിനിമം എത്ര ദിവസം വേണമെന്ന് അറിയാലോ? മിനിമം 14 വർക്കിംഗ് ഡേ ഉണ്ടെങ്കിലേ ചാർജ് അലവൻസ് കൊടുക്കാൻ പറ്റുള്ളൂ.
രണ്ടും നിങ്ങൾ ഓർത്തിരിക്കണം. മിനിമം 14 ദിവസം ഉണ്ടെങ്കിൽ ചാർജ് അലവൻസ് കൊടുക്കാവൂ. മാക്സിമം 3 മാസം വരെ ചാർജ് അലവൻസ് കൊടുക്കുകയുള്ളൂ. അടുത്ത്, തുടർച്ചയായി എടുക്കാവുന്ന പരമാവധി കാഷ്വൽ ലീവ് എത്രയാണ്? അപ്പൊ ഇവിടെ നമ്മൾ തുടർച്ചയായി എടുക്കാവുന്ന പരമാവധി കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് 15 ദിവസമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലിരിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ കേസുകളിൽ ഇപ്പം നമുക്ക് 20 കാഷ്വൽ ലീവ് ഉള്ളവരാണ് NGOs, പിന്നെ വർക്ക് നമ്മൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ 20 വർക്കിൻ്റെ കാഷ്വൽ ലീവ് ഉള്ളവരാണ്. അത്തരം ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് 15 കാഷ്വൽ ലീവ് വരെ നമുക്ക് തുടർച്ചയായി എടുക്കാം. പക്ഷെ വേറൊരു റൂൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കാഷ്വൽ ലീവും പിന്നെ മറ്റുള്ളവർ, പ്രത്യേകിച്ച് വെക്കേഷൻ സ്റ്റാഫിനെയൊക്കെ സംബന്ധിച്ച് കാഷ്വൽ ലീവും ഹോളിഡേയ്സും കൂടി 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. കാഷ്വൽ ലീവും ഹോളിഡേയ്സും കൂടി 15 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നൊരു റൂളും കൂടി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം, ലിബറലൈസ്ഡ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് എന്നാണ്? അത് 1966 ലിബറലൈസ്ഡ് പെൻഷൻ സ്കീം നിലവിൽ വന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മൾ 2 ഡേറ്റുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒന്ന്, പാർട്ട് 2 KSR നിലവിൽ വന്നത് 1959 നവംബർ 1. എന്നാൽ ലിബറലൈസ്ഡ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് 14/11/1966. ഓക്കെ, അടുത്ത ചോദ്യം, ജോയിനിങ് ടൈമായിട്ട് എടുക്കാവുന്ന പരമാവധി ദിവസങ്ങൾ എത്രയാണ്? ജോയിനിങ് ടൈമായി എടുക്കാവുന്ന പരമാവധി ദിവസങ്ങൾ. നിങ്ങളിത് നോക്കുമ്പോൾ ചോദ്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട എന്തൊക്കെയാണ്? ഒന്ന്, ജോയിനിങ് ടൈമായിട്ട് എടുക്കേണ്ട പരമാവധി ദിവസം എന്ന് പറയുന്നത് സാധാരണഗതിയിലാണെങ്കിൽ 6 ദിവസം പ്രിപ്പറേഷൻ ടൈമും തയ്യാറെടുപ്പും, പിന്നെ ആക്ച്വൽ ജേർണി ടൈമുമാണ്. ഇതിനിടയിൽ ഞായറാഴ്ച വന്നാൽ നമുക്ക് ഒഴിവാക്കാം, ഞായറാഴ്ച എണ്ണത്തിൽ പെടുത്താതിരിക്കാം. ഇത്രയാണ് പറയാനുള്ളത്. ആക്ച്വൽ ജേർണി ടൈമും 6 ദിവസത്തെ പ്രിപ്പറേഷൻ ടൈമുമാണ് യഥാർത്ഥത്തിൽ എടുക്കാൻ പറ്റുക. ഞായറാഴ്ച അതിന് ഉള്ളിൽ വന്നാൽ അത് ഒഴിവാക്കാം. ഞായറാഴ്ച കൂടാതെ നമുക്ക് ഈ ദിവസങ്ങൾ എണ്ണാം. എന്നാൽ അതിനിടയിൽ ഹോളിഡേയ്സ്, പബ്ലിക് ഹോളിഡേയ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വരും. ഈ 6ലും ജേർണി ടൈമിലും പബ്ലിക് ഹോളിഡേയ്സ് വരുമെന്നതാണ് സത്യം. അത്തരത്തിൽ ചോദ്യം ഏത് രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ബേസിക് മനസ്സിലാക്കേണ്ടുള്ളൂ. ഒന്ന്, ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ടൈം 6 ദിവസവും ആക്ച്വൽ ജേർണി ടൈമുമാണ്. അപ്പോൾ ചിലപ്പോൾ 1 ദിവസം ആവാം, ചിലപ്പോൾ 2 ദിവസം ആവാം ഈ ജേർണി ടൈം. അപ്പോൾ ചിലപ്പോൾ 7 ദിവസം ആവാം, ചിലപ്പോൾ 8 ദിവസം ആവാം. അല്ലാതെ അതിനിടയിൽ ഞായറാഴ്ച വന്നാൽ, ഇപ്പോൾ ഈ 8 ദിവസത്തിനിടയ്ക്ക് 8 ദിവസമാണ്, ആ 8 ദിവസത്തിനിടയ്ക്ക് ഒരു ഞായറാഴ്ചയും കൂടെ വന്നാൽ ആകെ 9 ദിവസം കിട്ടും. എന്നാൽ 8 ദിവസത്തിനുള്ളിൽ 3 ദിവസം പബ്ലിക് ഹോളിഡേ വന്നാലോ ഒരു കാര്യമില്ല, അത് ഇത് ഈ എണ്ണത്തിൽ പെടും. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന് പുറത്തേക്കുള്ള സ്ഥലം മാറ്റങ്ങൾക്കോ പ്രൊമോഷനുകൾക്കോ എന്താ ഉള്ളത്, 30 ദിവസം ജേർണി ടൈം എടുക്കാം. ഇത്രയും മനസ്സിലാക്കുക. അത് ഇവിടെ ആ കറക്റ്റ് ആൻസർ, ഇതിലുള്ള ആൻസർ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നൺ ഓഫ് ദി അബോവ് ആൻസർ, ആ ആൻസർ അല്ല ഇവിടുത്തെ പ്രശ്നം. നമുക്കിത് ഈ കാര്യങ്ങൾ, ഇത്രയും പോയിന്റ് അതിൽ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, എത്ര വർഷത്തിൽ കൂടുതൽ പിൻവലിക്കാതെ കിടന്നാൽ പെൻഷൻ ലഭിക്കുന്നത് നിന്നുപോകും? 3 വർഷത്തിൽ കൂടുതൽ പിൻവലിക്കാതെ നിന്നാൽ, അത് ഇപ്പോഴത്തെ കേസ് അല്ല ശരിക്കും. ഇപ്പോൾ നമ്മൾ ത്രൂ ബാങ്ക് അക്കൗണ്ട് അങ്ങനെയാണല്ലോ ട്രാൻസ്ഫർ വരുന്നത്. അപ്പം എന്നാൽ പോലും 3 വർഷത്തിൽ കൂടുതൽ പെൻഷൻ എടുക്കാതിരുന്നാൽ, പിൻവലിക്കാതിരുന്നാൽ അത് നിന്നു പോകുമെന്നാണ് പറഞ്ഞത്. അടുത്തത്, ഫാമിലി പെൻഷനിൽ നിന്ന് താഴെ പറയുന്നവയിൽ ഏത് തുകയാണ് ഈടാക്കാൻ കഴിയുക? ഫാമിലി പെൻഷൻ, സാധാരണഗതിയിലുള്ള ഒരു റിക്കവറിയും ഫാമിലി പെൻഷനിൽ നിന്ന് നമുക്ക് ഈടാക്കാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡ്യൂസ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മളുടെ ഫാമിലി പെൻഷനിൽ നിന്ന് ഇപ്പോൾ നമുക്കുള്ള മെഡിസെപ്പ് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ് നിർബന്ധമായിട്ട്. അപ്പം നേരത്തെയുള്ള കേസാണെങ്കിൽ അങ്ങനെയൊന്നും സാധനം ഇല്ലായിരുന്നു. മെഡിക്കൽ അലവൻസ് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫാമിലി പെൻഷനിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം? ഈ മെഡിസെപ്പിൻ്റെ എമൗണ്ട് റിക്കവർ ചെയ്യാം. അടുത്ത ചോദ്യം, വകുപ്പ് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ TA പരിധി എത്രയായി കുറയും? ഒരാൾക്ക് ജേണി പിന്നെ ഗവൺമെൻറ് വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഡെയിലി അലവൻസ് TA പരിധി എത്രയായി കുറയും? TA എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളത് പറയാം നമുക്ക്. മൈലേജ് അലവൻസ് പ്ലസ്
DA പറയാം. അപ്പോൾ അത് 50%. എത്ര ഓർത്തിരുന്നാൽ മതി. വകുപ്പ് വാഹനം ഉണ്ടോ അത് 50% കുറയും. എസ്ഗ്രേഷ്യ പെൻഷൻ അനുവദിക്കുന്നത് ആർക്കാണ്? നമുക്കറിയാം 10 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കാൻ കഴിയില്ല. അത്തരം ആൾക്കാർക്ക് എസ്ഗ്രേഷ്യ പെൻഷൻ അനുവദിക്കുക. അതിനാണ് എസ്ഗ്രേഷ്യ പെൻഷന്മാർ എന്ന് പറയുന്നത്. 1 വർഷക്കാർ, 2 വർഷക്കാർ, 3 വർഷക്കാർ, 9 വർഷം വരെ അത്തരത്തിൽ ഓരോരുത്തർക്കും ഒരു ഫിക്സഡ് എമൗണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ഗ്രേഷ്യ പെൻഷന് കമ്മ്യൂട്ടേഷൻ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. ഒരു കലണ്ടർ വർഷത്തിൽ അനുവദിക്കാവുന്ന പരമാവധി കോമ്പൻസേഷൻ ലീവ് എത്രയാണ്? കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. എന്താ കോമ്പൻസേഷൻ ലീവ്? നമ്മളൊരു ഉദ്യോഗസ്ഥൻ, ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഹോളിഡേയിൽ വർക്ക് ചെയ്തു. ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന, അപ്പോൾ ഞാൻ കലക്ടറേറ്റ് ഇപ്പോൾ ഒക്കെ അത്തരത്തിലുള്ള ഓഫീസുകളിലൊക്കെ തന്നെ ഹോളിഡേയ്സിലും ജോലി ഉണ്ടാവും. ജോലി എന്ന് പറഞ്ഞാൽ അത് അവിടെ ഓഫീസ് തുറന്ന് അപ്പോൾ അവിടെ ഒരു ഡ്യൂട്ടി ക്ലർക്ക് ഉണ്ടാവും. ആ ഡ്യൂട്ടി ക്ലർക്കിന് പിന്നീട് ഒരു ദിവസം ഓഫ് അനുവദിക്കും. നമ്മൾ ഞായറാഴ്ച ജോലി ചെയ്താൽ വേറൊരു ദിവസം ഓഫ് അനുവദിക്കും. അതിനാണ് നമ്മൾ കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത്. അത് ഒരു വർഷം എത്രയാ പരമാവധി എടുക്കാൻ പറ്റുകയെന്ന്. അത് കോമ്പൻസേഷൻ ജോലി എത്ര ചെയ്താലും ശരി പരമാവധി 15 ദിവസം വരെ മാത്രമേ കോമ്പൻസേഷൻ ലീവ് എടുക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായ അധിക ചുമതല വഹിക്കുന്നതിന് ചാർജ് അലവൻസ് നിരക്ക് എത്രയാണ്? പൂർണ്ണമായ അധിക ചുമതല വഹിക്കുന്നതിനുള്ള ചാർജ് അലവൻസ് നിരക്ക് എത്രയാണ്? നമുക്കറിയാലോ, ചാർജ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന്റെ ചാർജ് വേറൊരു ഉദ്യോഗസ്ഥൻ എടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അലവൻസ് ആണ് ചാർജ് അലവൻസ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ, അയാൾ DDO ആണ്. ആ DDOയുടെ ചാർജ് ആ ഓഫീസിലെ തൊട്ടടുത്ത സീനിയർ കുറച്ചു കാലത്തേക്ക് എടുത്തു. അങ്ങനെയാണ് അയാൾക്ക് എന്ത് കിട്ടുമെന്നാണ്. അയാൾക്ക് ഒരു മാസത്തിൽ ആ ഗസറ്റഡ് ഓഫീസറുടെ ശമ്പള സ്കെയില് 56,500 1,18,100 സ്കെയില് 56,500 1,18,100. അങ്ങനെയെങ്കിൽ ആ സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% കിട്ടുക. ആ സ്കെയിലിന്റെ മിനിമത്തിന്റെ 4%. അപ്പൊ സ്കെയിൽ എന്താ ഇവിടെ? 56,500 1,18,100. അതിന്റെ മിനിമം എത്രയാ? 56,500. ആ 56,500ന്റെ 4%മാണ് ചാർജ് അലവൻസ് ആയിട്ട് കിട്ടുക പെർ മന്ത്. അപ്പോ അവിടെ എന്തില്ല? DA ഇല്ല. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മിനിമം ഇതിന്റെ 4%. ഓക്കെ. അടുത്ത ചോദ്യം, സ്വമേധയാ വിരമിക്കുന്നതിന് അപേക്ഷിക്കുന്നതിന് ഒരു ജീവനക്കാരൻ എന്തുണ്ടായിരിക്കണം? വോളണ്ടറി റിട്ടയറിംഗ് പെൻഷൻ എന്നുകൂടി അതിന് പറയും. അതിന് 20 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, 29 വർഷം 4 മാസം 8 ദിവസത്തെ യോഗ്യതാ സേവനത്തെ എങ്ങനെ റൗണ്ട് ചെയ്യും? 29 ദിവസവും ഒരു ദിവസം പോലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ചെയ്യാം? 30 ദിവസമായിട്ട് റൗണ്ട് ചെയ്യാം. അതിന് നമ്മൾ സ്പെഷ്യൽ റൗണ്ടിങ് എന്ന് പറയും. സാധാരണഗതിയിൽ 6 മാസമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് തൊട്ടടുത്ത വർഷത്തേക്ക് നമ്മൾ പെൻഷൻ കണക്ക് കൂട്ടുമ്പോൾ റൗണ്ട് ചെയ്യുക. എന്നാൽ 9 വർഷവും ഒരു ദിവസവും, 29 വർഷവും ഒരു ദിവസവും, 32 വർഷവും ഒരു ദിവസവും, ഈ 3 കേസുകളിൽ എന്തുണ്ട്? സ്പെഷ്യൽ റൗണ്ടിങ് ഉണ്ട്. ഓക്കെ. അവിടെ ഒരു ദിവസം അധികം മതി. 9 ദിവസം ഒരു ദിവസത്തിന് എന്താ പറ്റിയത്? എന്താ? 10 വർഷമാണ് ഫുൾ പെൻഷൻ. അതുകൊണ്ടാണ് 10 വർഷം ഫുൾ പെൻഷൻ അല്ല, മിനിമം പെൻഷൻ. 10 വർഷത്തിനാണ് മിനിമം പെൻഷൻ കൊടുക്കുക. 29 ദിവസം ഒരു വർഷമാണെങ്കിലും 30 കണക്കാക്കാം. അത് 30 വർഷമാണ് ഫുൾ പെൻഷൻ. 32 വർഷം ഒരു ദിവസമായിട്ടാണെങ്കിലും 33 കണക്ക് കൂട്ടും. എന്ത് കേസിൽ? DCRG കൊടുക്കുന്നത്, മാക്സിമം DCRG 33 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. ഈ 3 കേസുകളിലും നമുക്ക് എന്തുണ്ട്? സ്പെഷ്യൽ റൗണ്ടിങ് ഉണ്ട്. ഓക്കെ. അന്താരാഷ്ട്ര തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നതിന് അർഹമായ ആകെ പ്രത്യേക കാഷ്വൽ ലീവിന്റെ എണ്ണം എത്രയാണ്? 90 ദിവസമാണ്. ഓർമ്മിക്കുക, പിന്നെ നമുക്ക് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ 30 ദിവസമാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കുക. എന്നാൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് 90 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കും. സ്ഥിരം ചോദ്യമാണത് കേട്ടോ. ഓക്കെ. എത്ര വർഷം സേവനം പൂർത്തിയാക്കിയ ജീവനക്കാർക്കാണ് LTC, ലീവ് ട്രാവൽ കൺസെഷൻ? അത് 15 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവർക്കാണ്, അവരുടെ കുടുംബത്തിനുമാണ് ഈ ലീവ് LTC കിട്ടുന്നത്. LTC എന്താണെന്ന് നമുക്കറിയാലോ. നമുക്ക് മൊത്തത്തിൽ ഒരു ടൂർ നടത്താനുള്ള ചെലവുകൾ ഗവൺമെന്റ് വഹിക്കും. അതാണ് LTC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, അനുവദിക്കാവുന്ന പരമാവധി പ്രൊവിഷണൽ പെൻഷൻ എത്രയാണ്? പ്രൊവിഷണൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് ചില സന്ദർഭങ്ങളിൽ അച്ചടക്ക നടപടി മൂലം പെൻഷൻ ആരുടെ ഒരു ഉദ്യോഗസ്ഥന്റെ മേലെ ഒരു അച്ചടക്ക നടപടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെൻഷൻ അനുവദിക്കാൻ പറ്റില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് താൽക്കാലിക പെൻഷൻ അനുവദിക്കാം. അപ്പോൾ അതാണ് പ്രൊവിഷണൽ പെൻഷൻ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ അത് എത്ര കൊടുക്കാമെന്നാണ്. അപ്പോൾ അതിന് നോ സീലിംഗ് പ്രൊപ്പോസ്ഡ് എന്ന ആൻസർ, അതായത് പരിധി നിശ്ചയിച്ചിട്ടില്ല. പ്രൊവിഷണൽ പെൻഷന് അപ്പോൾ പരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അർഹതപ്പെട്ട 100% വേണമെങ്കിൽ എന്തായി കൊടുക്കാം, പ്രൊവിഷണൽ പെൻഷനായി കൊടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഒരു ജീവനക്കാരന് തുടർച്ചയായിട്ട് ഡെപ്യൂട്ടേഷൻ തുടരാൻ അനുവദിക്കുന്ന കാലയളവ് എത്രയാണ്? ഡെപ്യൂട്ടേഷൻ പരമാവധി തുടരാൻ അനുവദിക്കുക 5 വർഷമാണ്. അടുത്ത ചോദ്യം, മുഴുവൻ സർവീസിലും എടുക്കാവുന്ന ലീവ് നോട്ട് ഡ്യൂ, മാക്സിമം ലീവ് നോട്ട് ഡ്യൂ ഇൻ എ സർവീസ് ഈസ് 360 ദിവസമാണ്. അടുത്തത്, കുടുംബ പെൻഷന് അർഹമായ നിയമപരമായ അവകാശികളെക്കുറിച്ച് പരാമർശിക്കുന്നത് എവിടെയാണ്, ഏത് റൂളിലാണ്? അത് റൂള് 90 പാർട്ട് 3 KSR. പാർട്ട് 3 KSRലെ റൂൾ 90ലാണ് കുടുംബ പെൻഷന്, ഫാമിലി പെൻഷന് അർഹതമായ നിയമപരമായ അവകാശികളെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഓർമ്മിക്കുക, ഫാമിലി പെൻഷൻ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നതല്ല, അതൊക്കെ നേരത്തെ എഴുതി വെക്കാനൊന്നും പറ്റുന്നതല്ല. ഫാമിലി പെൻഷന് കൃത്യമായ അവകാശികളെ KSRൽ പാർട്ട് 3 പറയുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല, ഈ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് നമ്മളങ്ങ് പോവുമല്ലോ അതിന് മുന്നേ ഫാമിലി, പിന്നെ അവകാശികൾക്കാണ് അത് കിട്ടുക. അപ്പം നമുക്ക് അന്നേരം പറയാനുള്ള ഒരു അവകാശം നമുക്ക് കിട്ടുകയില്ലല്ലോ. ഓക്കെ. അടുത്ത, സൗജന്യ ഭക്ഷണവും താമസവും ലഭിക്കുകയാണെങ്കിൽ അനുവദനീയമായ DA. ഒരിടത്ത് ഹാൾട്ടാണ് കേട്ടോ, ഹോൾട്ടിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരിടത്ത് തങ്ങാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് അദ്ദേഹത്തിന് ഭക്ഷണവും കിട്ടി താമസവും കിട്ടി. അങ്ങനെയാണെങ്കിൽ DA എത്രയായിരിക്കും? DA 1/4 DA ആയിരിക്കും, 1/4 DA. ഓക്കെ. പ്രസവാവധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് പറയേണ്ടത്. ഈ തെറ്റായ പ്രസ്താവന പറയുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ, അല്ലേ? അപ്പൊ തെറ്റായ പ്രസ്താവന നമ്മൾ നോക്കുക എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ടു ഫീമെയിൽ എംപ്ലോയീസ് ഫോർ 180 days. 180 ദിവസം സ്ത്രീ ജീവനക്കാർക്ക് 180 ദിവസം കൊടുക്കും, അത് ശരിയാണ്. ദെൻ ഇറ്റ് ഈസ് കൗണ്ടഡ് ആസ് ഡ്യൂട്ടി ഫോർ പ്രൊബേഷൻ. ഈ പ്രസവാവധി പ്രൊബേഷന് ഡ്യൂട്ടി ആയി പരിഗണിക്കും, അതും ശരിയാണ്. പ്രൊബേഷൻ പീരീഡിൽ പ്രസവാവധി വന്നാൽ അത് ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും, അതും ശരിയാണ്. നോ ഏൺ ലീവ് വിൽ ബി ക്രെഡിറ്റർ ഡ്യൂറിങ് ദിസ് പീരീഡ്, അതും ശരിയാണ്. ഏൺ ലീവ് കൊടുക്കാറില്ല. ഈ മെറ്റേണിറ്റി ലീവ് കാലഘട്ടത്തിൽ അവർക്ക് ജീവനക്കാർക്ക് ഏൺ ലീവ് കൊടുക്കാറില്ല, എന്നാൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇപ്പോൾ 180 days ഏൺ ലീവ്, പിന്നെ മെറ്റേണിറ്റി ലീവ് എടുത്താൽ ആ 180 ദിവസം ടോട്ടൽ ഏൺ ലീവ് കണക്ക് കൂട്ടുമ്പോൾ അത് കുറച്ചിട്ടാണ് അത് ബൈ 11 വെച്ച് ഇരിക്കുന്നത്. 365 ദിവസത്തിൽ 180 ദിവസം മെറ്റേണിറ്റി ആണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് വരും? ഏൺ ലീവ് കണക്ക് കൂട്ടാൻ 185, 365 മൈനസ് 180 സമം 185/11 ഏൺ ലീവ് കണക്ക് കൂട്ടാം. ഓക്കെ. ഉയർന്ന നിരക്കിലുള്ള കുടുംബ പെൻഷൻ കണക്കാക്കുന്നത്, ഉയർന്ന എന്ന് പറഞ്ഞാൽ പെൻഷൻ പറ്റി 7 വർഷം വരെ ഉയർന്ന നിരക്കിൽ പിന്നെ ഫാമിലി പെൻഷൻ കൊടുക്കുക. ഇത് മരണപ്പെട്ടാലാണ് കേട്ടോ. 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ ഉയർന്ന നിരക്കിൽ ഫാമിലി പെൻഷൻ കൊടുക്കും. അല്ല, സർവീസിലിരിക്കെ മരണപ്പെട്ടാലും 7 വർഷം ഉയർന്ന നിരക്കിൽ ഫാമിലി പെൻഷൻ കൊടുക്കും ആശ്രിതർക്ക്. അത് എത്രയാണെന്നാണ് ചോദിച്ചാൽ, അത് ലാസ്റ്റ് ബേസിക് പേയുടെ 50%. അതാണ് ഉയർന്ന നിരക്ക്. അവസാന ബേസിക് പേയുടെ 50%, അതാണ് ഉയർന്ന നിരക്ക്. സാധാരണ ഫാമിലി പെൻഷൻ എത്രയാ? അതായത് ലാസ്റ്റ് ബേസിക് പേയുടെ 30%ആണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 7 വർഷം ഓർത്താൽ മതി. ഇപ്പൊ 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 63 വയസ്സിനിടയിൽ മരണപ്പെട്ടാൽ അയാൾക്ക് ആ പീരീഡ് 63 വയസ്സാവുന്നത് വരെ എന്ത് കിട്ടും? ഉയർന്ന റേറ്റിൽ ഫാമിലി പെൻഷൻ കിട്ടും, 50% ഓഫ് ദ ലാസ്റ്റ് ബേസിക് പേ. അല്ല, സർവീസിൽ മരണപ്പെടുകയാണെങ്കിൽ മരണപ്പെടുന്ന ഡേറ്റ് മുതൽ 7 വർഷം ഉയർന്ന റേറ്റിൽ ഫാമിലി പെൻഷൻ കൊടുക്കും. ഓക്കെ. നിർബന്ധിതമായിട്ട് യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ആദ്യ ദിവസം അർഹതമായത്, അതായത് ഒരു എൻഫോഴ്സ്ഡ് ഹോൾട്ട്,
അയാൾ ഒരു യാത്രയ്ക്ക് ഹോൾട്ട് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിർബന്ധിതമായിട്ട് അയാൾ ഹോൾട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തിന് ആദ്യ ദിവസത്തേക്ക് എന്ത് കൊടുക്കില്ല? ഡി എ കൊടുക്കുന്നതല്ല. ഏതെങ്കിലും സാഹചര്യവശാല് നമ്മൾ 200 കിലോമീറ്റർ മിനിമം ഒരു വർഷം ഒരു ദിവസം യാത്ര എന്നൊക്കെയാണ് പറയാറ്. അതിൻ്റെ ഇടയിൽ നിർബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സം വന്ന് യാത്രയ്ക്ക് തടസ്സം വന്ന് ഹോൾട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഹോൾട്ട് ചെയ്താൽ ആ ദിവസത്തേക്ക് അതിൻ്റെ ആദ്യത്തെ ദിവസത്തേക്ക് എന്ത് കൊടുക്കില്ല? ഡി എ കൊടുക്കുന്നതല്ല. അടുത്ത ചോദ്യം, ഒരു കലണ്ടർ വർഷത്തിൽ രക്തദാനത്തിന് അർഹമായ പരമാവധി കാഷ്വൽ ലീവ് എത്രയാണ്? സ്പെഷ്യൽ കാഷ്വൽ ലീവാണ്. നമ്മൾ ഓർമ്മിച്ചിരിക്കുക, രക്തദാനത്തിന് 4 ദിവസമാണ് കാഷ്വൽ ലീവ് കൊടുക്കുക ഒരു കലണ്ടർ വർഷത്തിൽ. സ്പെഷ്യൽ കാഷ്വൽ ലീവാണ് 4 ദിവസം. അത് ഓർമ്മിച്ചിരിക്കുക. അടുത്ത ചോദ്യം, യാത്രക്കിടയിലെ കാലയളവിലെ HRA CCA നിരക്ക് എങ്ങനെയാണ്? യാത്രക്കിടയിലെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് വെച്ചാൽ, ഒരു കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് ഒരാൾ ഒരു പഞ്ചായത്ത് പരിധിയിലേക്ക് ട്രാൻസ്ഫറായി. കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് പഞ്ചായത്ത് പരിധിയിലേക്ക് ട്രാൻസ്ഫറായി. അയാൾ 15-ാം തീയതി റിലീവ് ചെയ്തു കോർപ്പറേഷനിൽ നിന്ന്. എന്നിട്ട് അയാൾ ജോയിനിങ് ടൈം അവെയിൽ ചെയ്തു. അപ്പോൾ ജോയിനിങ് ടൈം അവെയിൽ ചെയ്തപ്പോൾ 15-ാം തീയതി കഴിഞ്ഞിട്ട് അയാൾ പിന്നെ 6 ദിവസം പ്രിപ്പറേഷനും എടുത്തു, 2 ദിവസം ജേർണി ടൈമും എടുത്തു, അതിൻ്റെ ഇടയിൽ ഒരു ഞായറും ഉണ്ടായിരുന്നു. അപ്പോൾ 6, 2, 8, 9 ദിവസം കഴിഞ്ഞിട്ട് അയാൾ ജോയിൻ ചെയ്യുന്നത്. ഈ 9 ദിവസത്തെ നമ്മൾ ട്രാൻസിറ്റ് പീരീഡ് എന്നാ പറയുന്നത്. അയാൾ എവിടെയല്ല, പഴയ ഓഫീസിൽ നിന്ന് അയാൾ റിലീവ് ചെയ്തു, പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുമില്ല. ആ പീരീഡിനാണ് നമ്മൾ ട്രാൻസിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ട്രാൻസിറ്റ് പീരീഡിൽ അയാൾക്ക് ശമ്പളം കിട്ടുമല്ലോ, കാരണം ജോയിനിങ് ടൈം പീരീഡാണ്. ആ ശമ്പളം കിട്ടുന്നതല്ല ഇവിടുത്തെ വിഷയം. അവർക്ക് കിട്ടുന്നിരിക്കുന്ന HRA CC അല്ലെ ഈ ഇത്തരത്തിലുള്ള കമ്പാഷനേറ്റ് അലവൻസ് ഏത് നിരക്കിലാണ് കിട്ടുക? കോർപ്പറേഷനിലാണെങ്കിൽ 10% നിരക്കാണ്. പഞ്ചായത്തിലാണെങ്കിൽ എത്ര ശതമാനമേ ഉള്ളൂ? HRA 4% ഉള്ളൂ. ഈ പീരീഡിലെ ട്രാൻസിറ്റ് പീരീഡിലെ HRA എവിടുത്തെ റേറ്റിലാണ്? പുതിയ സ്റ്റേഷനിലാണോ പഴയ സ്റ്റേഷനിലാണോ? പഴയ സ്റ്റേഷനിലെ എന്നാണ് ആൻസർ. പഴയ സ്റ്റേഷനിലെ നിരക്കിൽ നമുക്ക് HRA കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 3-ാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് അനുവദിക്കുന്നത് 22 വർഷമാകുമ്പോഴാണ് 3-ാം ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്. 8, 15, 22. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏത് സേവനമാണ് പെൻഷനായി കണക്കാക്കുന്ന സേവനം? താഴെ കുറച്ച് സർവീസ് പറയുന്നുണ്ട്, 36 നോക്കട്ടെ. ബോയ് സർവീസ് പെൻഷൻ കണക്കൂട്ടില്ല. LWA അതർവൈസ് ദാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ LWA എടുത്താൽ അത് പെൻഷൻ കണക്ക് കൂട്ടില്ല. അപ്രന്റീസ് പീരീഡ് അതും പെൻഷൻ കണക്ക് കൂട്ടൂല. മെറ്റേണിറ്റി ലീവ് പീരീഡ് അത് കൂട്ടും. മെറ്റേണിറ്റി ലീവ് പീരീഡ് പ്രൊബേഷന് കൂട്ടും, ഗ്രേഡിന് കൂട്ടും, ഇൻക്രിമെന്റിന് കൂട്ടും, പെൻഷന് കൂട്ടും, എല്ലാം കൂട്ടും. ഓക്കെ, KSR നിയന്ത്രിക്കപ്പെടുന്നത് ആരാണ്? എന്താണ്? അത് ഏത് റൂൾ അനുസരിച്ചാണ്? അത് 1968 പാസാക്കിയ കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് KSRനെ നിയന്ത്രിക്കുന്നത്. അടുത്തത്, അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള LWA അതെന്താണ്? LWA ഫോർ ബെറ്റർ എംപ്ലോയ്മെന്റ് എബ്രോഡ് ഓർ ഇന്ത്യയിലോ വിദേശത്തോ മികച്ച ജോലിക്ക് വേണ്ടിയിട്ടുള്ള LWA ആണ് അപ്പൻഡിക്സ് 12A. എത്രാം തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ചവർക്കാണ് കോൺട്രിബ്യൂഷണറി പെൻഷൻ? നമുക്കറിയാം, 1/4/2013 മുതൽ സർവീസിൽ പ്രവേശിച്ചവർക്കാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത്. 29 വർഷവും 5 ദിവസവും സർവീസുള്ള ഒരു ജീവനക്കാരന്റെ സർവീസ് 30 വർഷമായി കണക്കാക്കുന്നു. ഈ റൗണ്ടിങ് എന്തിന്റെ ഉദാഹരണമാണ്? ഈ റൗണ്ടിങ്ങിനെയാണ് നമ്മൾ സ്പെഷ്യൽ റൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, യാത്രയ്ക്കുള്ള ഇൻസിഡന്റൽ എക്സ്പെൻസ് എത്രയായിരിക്കണം? മിനിമം ഇൻസിഡന്റൽ എക്സ്പെൻസ് ത്രൂ ഔട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യം. യാത്രയ്ക്കുള്ള മിനിമം ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1/2 DA ആണ്. അടുത്ത ചോദ്യം, അപ്പൻഡിക്സ് 12C പാർട്ട് 1 KSR കൈകാര്യം ചെയ്യുന്നത്. 12A നമ്മൾ പറഞ്ഞു ബെറ്റർ എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ഓർ ഇൻ അബ്രോഡ്. ഇവിടെ അപ്പൻഡിക്സ് 12C 12B എന്താ? 12B എന്ന് പറയുന്നത് സ്റ്റഡി പർപ്പസ് ആണ്, സ്റ്റഡി ലീവാണ്. 12C എന്ന് പറയുന്നത് LWA ഫോർ ജോയിനിങ് ദ സ്പൗസ്, ജീവിത പങ്കാളിയോടൊപ്പം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള LWA ആണ്. അപ്പോൾ LWA ഫോർ ജോയിനിങ് ദ സ്പൗസ് ആണ് അപ്പൻഡിക്സ് 12C എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ലീവും ഇപ്പോൾ ഈ 12Cയും 12Aയും ലീവുകളൊക്കെ പരമാവധി എത്ര കാലത്തേക്കേ പറ്റൂ? 5 വർഷത്തേക്കേ പറ്റൂ. മുമ്പ് അത് 20 വർഷം വരെ പറ്റുമായിരുന്നു. 5 വീതം, 5 പുതുക്കണം, ലീവ് പുതുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പരമാവധി 5 ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ.
അടുത്ത ചോദ്യം, ഒരു ഗ്രേഡ് 1 ഓഫീസറുടെ നിലവിലെ ഇൻസിഡന്റൽ എക്സ്പെൻസ്. ചോദ്യം വീണ്ടും വന്നിരിക്കുന്നു. ഗ്രേഡ് 1 ഓഫീസർക്ക് കിലോമീറ്ററിന് എത്ര ഇൻസിഡന്റൽ എക്സ്പെൻസ് കിട്ടും? 90 പൈസ കിട്ടുക. ഗ്രേഡ് 2 ഓഫീസർ ആണെങ്കിൽ 70 പൈസ കിട്ടുക. ഗ്രേഡ് 1 ഓഫീസറുടെ ഇൻസിഡന്റൽ എക്സ്പെൻസ് 90 പൈസ പെർ കിലോമീറ്റർ. ഓക്കെ. അടുത്ത ചോദ്യം, DCRG അനുവദിക്കുന്നതിനുള്ള പരമാവധി സേവന കാലയളവ് നമുക്കറിയുന്നതാണ് 33 വർഷം. നിലവിലെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ നിരക്ക് എത്രയാണ്? 40% പെൻഷൻ കമ്മ്യൂട്ടേഷൻ. അടുത്ത്, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിക്കുന്നത് പരമാവധി എത്ര കാലത്തേക്കാണ്? അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ നൺ ഓഫ് ദീസാ, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞ ഒരു ഉത്തരം നമുക്ക് കേൾക്കണ്ട. അപ്പോൾ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് നമ്മൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റോ പരിക്കുകളോ ഒക്കെ പറ്റിയാൽ എത്ര കാലത്തേക്ക് പരമാവധി സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് കിട്ടും? സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് പാസ്സാക്കുന്നത് ഗവൺമെന്റ് ആണ്, DDO അല്ല, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നുമല്ല. അത് പിന്നെ ഗവൺമെന്റ് ആണ് പാസ്സാക്കുന്നത്. പരമാവധി 24 മാസം വരെ അത് കിട്ടും. ഓക്കെ. അടുത്തത്, സേവന കാലാവധി പൂർത്തിയാക്കി ഒരു നിശ്ചിത പ്രായത്തിൽ വിരമിക്കുന്ന ജീവനക്കാരന് നൽകുന്ന പെൻഷൻ ഏതാണ്? അതിനാണ് നമ്മൾ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. സേവന കാലാവധി പൂർത്തിയാക്കി ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു നിശ്ചിത പ്രായത്തിൽ വിരമിക്കുക. ഇപ്പോൾ കേരളത്തിലാണ് 56 വർഷത്തിലാണ് വിരമിക്കുന്നത്. അതിനാണ് നമ്മൾ അത് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് സൂപ്പർ അന്വേഷൺ പെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ യാത്ര ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ആ സ്ഥാനത്ത് മടങ്ങിയെത്തിയാൽ ആകെ ഇൻസിഡന്റൽ എക്സ്പെൻസ് DAയും പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഇതും സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യമാണ് കേട്ടോ. ഒരു ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ, കേൾക്കണേ, ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരിടത്തുനിന്ന് പുറപ്പെട്ടു, അവിടെ തന്നെ തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് DAയും ഇൻസിഡന്റൽ എക്സ്പെൻസും കൂടി എത്ര കിട്ടുമെന്നാണ്. അത് ഒരു ഡെയിലി അലവൻസ് ആണ് കൊടുക്കുക. അത് ലിമിറ്റഡ് ടു 1 DA എന്നാണ് പറയുക. ഓർമ്മിക്കുക, 24 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്ത് പോയി തിരിച്ച് ആസ്ഥാനത്തെത്തി. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി അയാൾക്ക് ഒരു DA ആണ് കിട്ടുക. അടുത്തത്, കമ്മ്യൂട്ടഡ് ലീവ് ലഭിക്കുന്നതിന് ജീവനക്കാരൻ പൂർത്തിയാക്കിയിരിക്കേണ്ട വർഷങ്ങൾ 3 വർഷമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സറണ്ടർ ചെയ്യാവുന്ന പരമാവധി ഏൺ ലീവ്. ചോദ്യം മാറിപ്പോവരുതേ. ഇപ്പം നിലവിലാണ്, ഒരു സാമ്പത്തിക വർഷത്തിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ജീവനക്കാരന് സറണ്ടർ ചെയ്യാവുന്ന പരമാവധി ഏൺ ലീവിന്റെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ ടെർമിനൽ സറണ്ടർ പരമാവധി എത്ര പേര് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്? അത് 300 ആണ്. എപ്പോഴും മുൻകൂറായി നൽകുന്നത് ഒരു ചോദ്യമാണ്. 51 ചോദ്യം, മുൻകൂറായിട്ട് നൽകുന്നത് എന്താണ്? എപ്പോഴും DCRG, സാലറി, നൺ ഓഫ് ദീസ്, പെൻഷൻ. DCRG മുൻകൂർ നൽകൂല, സാലറി മുൻകൂർ നൽകില്ല, അപ്പോൾ പെൻഷനാണ് മുൻകൂർ നൽകുന്നത്. അടുത്ത ചോദ്യം, ചൈൽഡ് അഡോപ്ഷൻ ലീവ് എത്ര ദിവസത്തെ പരമാവധി? ചൈൽഡ് അഡോപ്ഷൻ ലീവ്, കുട്ടിയെ ദത്തെടുക്കുന്നതിനുള്ള ലീവ് വെറ്റേണിറ്റി ലീവിന് തുല്യമായ ദിവസമാണ് കൊടുക്കുന്നത്. 180 days ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ 52 ചോദ്യങ്ങളോളം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ക്ലാസ് കേൾക്കുക. എല്ലാവർക്കും നന്ദി ഉണ്ട്. നിങ്ങൾ ദയവായിട്ട് നമ്മളെല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിലെ എല്ലാ വീഡിയോസും നമുക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേൾക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ ഈ നിങ്ങൾക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കണം, ഇതൊന്ന് ഷെയർ ചെയ്യണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ബിരുദനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.